അരുവിക്കരയിൽ കോൺഗ്രസ് തന്നെ മത്സരിക്കുമെന്ന UDF. ഡെപ്യൂട്ടി സ്പീക്കർ സ്ഥാനം സംബന്ധിച്ച തീരുമാനമെടുക്കാൻ മുഖ്യമന്ത്രിയെ ചുമതലപ്പെടുത്തിയതായും UDF കൺവീനർ PP തങ്കച്ചൻ അറിയിച്ചു. തനിക്കെതിരായ കോൺഗ്രസ് നേതാക്കളുടെ പ്രസ്താവനകളിൽ പ്രതിഷേധമറിയിച്ച് മാണി UDF നേതൃത്വത്തിന് പരാതി നൽകി. അരുവിക്കര സീറ്റിനായുള്ള RSPയുടെ അവകാശവാദം UDF യോഗം തള്ളി. സീറ്റ് കോൺഗ്രസിന് തന്നെ നൽകാനും യോഗം തീരുമാനിച്ചു. ഡെപ്യൂട്ടി സ്പീക്കർ സ്ഥാനം വേണമെന്ന RSPയുടെ ആവശ്യത്തിൽ കൂടുതൽ ചർച്ചകൾ നടത്താൻ മുഖ്യമന്ത്രിയെ ചുമതലപ്പെടുത്തി. ഇക്കാര്യത്തിലും RSPക്ക് അനുകൂലമായ തീരുമാനമുണ്ടാകില്ലെന്നാണ് വിവരം. മുന്നണി സംവിധാനത്തിനകത്ത് നിന്ന് കോൺഗ്രസ് നേതാക്കൾ ഉയർത്തുന്ന വിമർശനങ്ങൾക്കെതിരെ മാണി UDFൽ പരാതിപ്പെട്ടു. പന്തളം സുധാകരൻ, ടോമി കല്ലാനി എന്നിവരുടെ പേര് പറഞ്ഞായിരുന്നു വിമർശനം. മാണിയെ വിമർശിച്ച കോൺഗ്രസ് നേതാക്കളെ നിയന്ത്രിക്കുമെന്നും ചാനൽ ചർച്ചകളിൽ KPCC അധ്യക്ഷന്റെ അനുമതിയില്ലാതെ പങ്കെടുക്കാൻ വക്താക്കളെ അനുവദിക്കില്ലെന്നും സുധീരൻ ഈ ഘട്ടത്തിൽ പറഞ്ഞു. ബാർ കോഴ കേസിൽ കുറ്റപത്രം സമർപ്പിച്ചാലും രാജിവെക്കില്ലെന്നത് മാണിയുടെ വ്യക്തിപരമായ അഭിപ്രായമാണെന്ന് കൺവീനർ PP തങ്കച്ചൻ യോഗത്തിനു ശേഷം പറഞ്ഞു. UDF യുക്തമായ തീരുമാനം പിന്നീടെടുക്കും. നൽകുമെന്ന് അറിഞ്ഞിട്ട് വേണം അതിനെക്കുറിച്ച് ആലോചിക്കാൻ. ഞങ്ങൾ ആലോചിച്ചിട്ടേ ഇല്ല, സ്വപ്നത്തിൽ പോലും ആലോചിച്ചിട്ടില്ല. അത് മാണിസാറിൻ്റെ അഭിപ്രായം. ഞങ്ങളുടെ അഭിപ്രായം ഞങ്ങൾ കൂടിയിട്ടേ പറയാനുള്ളൂ. അത് വരാത്തൊരു കാര്യം സാങ്കല്പിക ചോദ്യത്തിന് ഇപ്പോൾ മുൻകൂട്ടി മറുപടി പറഞ്ഞു. നിയമസഭയിലെ പ്രശ്നങ്ങളെക്കുറിച്ച് എല്ലാ ജില്ലകളിലും രാഷ്ട്രീയ വിശദീകരണം നടത്തും. ഏപ്രിൽ 9 മുഴുവൻ ദിവസ UDF കോവളത്ത് വിളിച്ചു ചേർക്കാനും തീരുമാനിച്ചു. ന്യൂസ് ബ്യൂറോ, തിരുവനന്തപുരം. ധനമന്ത്രി K മാണിക്ക് ഇനി വേണ്ടത് വിശ്രമമാണെന്ന് KPCC വക്താവ് പന്തളം സുധാകരൻ. കേരള രാഷ്ട്രീയത്തിലെ സംഘർഷാന്തരീക്ഷത്തിന് മാണിയുടെ വിശ്രമം അയവ് വരുത്തും. ധനമന്ത്രിയുടെ ചുമതല തൽക്കാലം മുഖ്യമന്ത്രി ഏറ്റെടുക്കണമെന്നും UDF ഇക്കാര്യത്തിൽ കൂട്ടായ തീരുമാനമെടുക്കണമെന്നും പന്തളം സുധാകരൻ തന്റെ ഫേസ്ബുക്ക് പേജിൽ ആവശ്യപ്പെടുന്നു. ധനമന്ത്രി K മാണിക്ക് ഇനി വേണ്ടത് അല്പം വിശ്രമമാണെന്ന് ചൂണ്ടിക്കാട്ടിയായിരുന്നു പന്തളം സുധാകരന്റെ ഫേസ്ബുക്ക് പോസ്റ്റ്. കഴിഞ്ഞ 6 മാസക്കാലമായി ആരോപണങ്ങളുടെയും രാഷ്ട്രീയ അക്രമങ്ങളുടെയും പത്മവ്യൂഹത്തിലായിരുന്ന K മാണി ബജറ്റ് അവതരിപ്പിച്ചതിലൂടെ വിജയശ്രീലാളിതനായി നിൽക്കുകയാണെന്ന് പോസ്റ്റ് പറയുന്നു. കേരള രാഷ്ട്രീയത്തിലെ വന്ധ്യവയോധികനായ ധനമന്ത്രിയെ തിരിച്ചുവരവിനുള്ള ഊർജ്ജം ആവാഹിക്കാനായി വിശ്രമത്തിൽ വിടണമെന്നും പന്തളം ആവശ്യപ്പെട്ടു. അദ്ദേഹത്തോട് വിശ്രമത്തിൽ പ്രവേശിക്കാൻ മുഖ്യമന്ത്രി നിർദ്ദേശിക്കണമെന്നും പോസ്റ്റിൽ പറയുന്നു. ആരോപണങ്ങളുടെ പാപക്കറ കഴുകിക്കളയാൻ ഇത്തരമൊരു വിശ്രമം അനിവാര്യമാണ്. അതിനിടെ രാഷ്ട്രീയ സംഘർഷങ്ങൾക്കും അയവ് വരുമെന്ന് ചൂണ്ടിക്കാണിക്കുന്ന പന്തളം ധനമന്ത്രിയുടെ ചുമതല മുഖ്യമന്ത്രി ഏറ്റെടുക്കണമെന്നും ആവശ്യപ്പെട്ടു. മാണി വിശ്രമിക്കണം എന്ന ആവശ്യത്തിലൂടെ പോളിഷ് ചെയ്ത രാജ്യാവശ്യമാണ് പന്തളം മുന്നോട്ട് വയ്ക്കുന്നതെന്ന പ്രതികരണങ്ങളുണ്ടായി. അഭിപ്രായ പ്രകടനം ചർച്ചയായതോടെ തന്റെ പ്രസ്താവന തെറ്റിദ്ധാരണ പരത്തിയെന്നും പോസ്റ്റ് പിൻവലിക്കുകയാണെന്നും അറിയിച്ച പന്തളം രംഗത്തെത്തി. പാർട്ടിയുടെയും മുന്നണിയുടെയും ഉത്തമ താല്പര്യം മുന്നിൽ കണ്ടുകൊണ്ട് ഞാൻ നല്ല സതുദ്ദേശത്തോടു കൂടിയാണ് പറഞ്ഞത്. പക്ഷേ അത് തെറ്റിദ്ധരിച്ചു. അതുകൊണ്ടാണ് നമ്മുടെ ഒരു സംസ്കാരത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഞാനത് പിൻവലിച്ചു. അതിലെനിക്ക് യാതൊരു ഖേദവുമില്ല. ഖേദമുണ്ട് എങ്കിൽ പോലും ഖേദമില്ല. ആരോപണ വിധേയനായ K മാണിയെ പിന്തുണയ്ക്കുന്നതിനെതിരെ കോൺഗ്രസിൽ എതിർപ്പുകൾ ശക്തമായിരുന്നു. മാണി അഴിമതിക്കാരനല്ല എന്ന് പറഞ്ഞാൽ കോട്ടയത്തെയും പാലായിലെയും ജനങ്ങൾ പോലും വിശ്രമിക്കില്ല എന്ന് കോട്ടയം DCC പ്രസിഡന്റ് ടോമി കല്ലാനി തുറന്നടിച്ചിരുന്നു. ഇതിന് പിന്നാലെയാണ് രാജിവെക്കണമെന്ന് നേരിട്ട് ആവശ്യപ്പെടാതെ K മാണി വിശ്രമത്തിൽ പോകണമെന്ന ആവശ്യവുമായി പന്തളം സുധാകരൻ രംഗത്തെത്തിയത്. ഫേസ്ബുക്ക് പോസ്റ്റ് പിൻവലിച്ചെങ്കിലും UDFൽ പന്തളത്തെ എതിർത്തും അനുകൂലിച്ചും ചർച്ചകൾ സജീവമായിരിക്കുകയാണ്. ന്യൂസ് ബ്യൂറോ, തിരുവനന്തപുരം. കുറ്റപത്രമുണ്ടായാലും രാജിവെക്കില്ലെന്ന K മാണിയുടെ പ്രസ്താവന നിയമവാഴ്ചയോടുള്ള വെല്ലുവിളിയാണെന്ന് CPM സംസ്ഥാന സെക്രട്ടറി കോടിയേരി ബാലകൃഷ്ണൻ. മാണി കോഴ വാങ്ങിയെന്ന് വിജിലൻസിന് വ്യക്തമായ തെളിവ് ലഭിച്ചുവെന്ന് ഉറപ്പായപ്പോഴാണ് ഈ നിലപാടെന്നും കോടിയേരി പറഞ്ഞു. മാണിക്കെതിരായ പന്തളം സുധാകരന്റെ അഭിപ്രായം വ്യക്തിപരമെന്ന് മുഖ്യമന്ത്രി പറഞ്ഞു. കോൺഗ്രസ് വക്താക്കൾക്ക് മാർഗനിർദ്ദേശം ഏർപ്പെടുത്തുമെന്ന് KPCC പ്രസിഡന്റ് VM സുധീരനും വ്യക്തമാക്കി. ബാർ കോഴ കേസിൽ K മാണിക്കെതിരെ വിജിലൻസ് കുറ്റപത്രം സമർപ്പിക്കുമെന്ന് ഉറപ്പായതോടെയാണ് രാജിവെക്കാൻ ഒരുക്കമല്ലെന്ന പ്രസ്താവനയുമായി K മാണി രംഗത്തെത്തിയത്. ഇതോടെ കോൺഗ്രസിനുള്ളിൽ മാണിക്കെതിരെ പുകഞ്ഞ അമർഷം പുറത്താവുകയായിരുന്നു. നിരന്തരം ആരോപണങ്ങൾക്ക് വിധേയനായ മാണിക്ക് വിശ്രമം അനിവാര്യമാണെന്ന് KPCC വക്താവ് പന്തളം സുധാകരൻ ഫേസ്ബുക്കിൽ കുറിക്കുകയും പിന്തുണയുമായി അജയ് തറയിൽ രംഗത്തെത്തുകയും ചെയ്തതോടെ ഒരു വിഭാഗം കോൺഗ്രസ് പ്രവർത്തകർ മാണിക്കെതിരെന്ന് സുവ്യക്തമായി. പ്രസ്താവനകൾ പലതും പരസ്യമായതോടെ തർക്കം UDFലേക്കും വ്യാപിച്ചു. കോൺഗ്രസിലെ ഓട്ടക്കാലണകളെ നിയന്ത്രിക്കണമെന്നും ജനങ്ങൾ സ്ഥിരവിശ്രമം നൽകിയവരാണ് പന്തളം സുധാകരനും അജയ് തറയിലുമെന്ന് യൂത്ത് ഫ്രണ്ട് പ്രമേയം പാസാക്കി. വക്താക്കൾക്ക് മാർഗനിർദ്ദേശം ഏർപ്പെടുത്തുമെന്ന് KPCC പ്രസിഡന്റ് VM സുധീരൻ വ്യക്തമാക്കി. ഇതോടെ KPCC വക്താക്കളുടെ നിലപാട് വ്യക്തിപരമെന്ന് മുഖ്യമന്ത്രിയും അഭിപ്രായപ്പെട്ടു. എന്നാൽ കുറ്റപത്രമുണ്ടായാലും രാജിവെക്കില്ലെന്ന മാണിയുടെ പ്രസ്താവന നിയമവാഴ്ചയോടുള്ള വെല്ലുവിളിയാണെന്ന് CPIM സംസ്ഥാന സെക്രട്ടറി കോടിയേരി ബാലകൃഷ്ണൻ പറഞ്ഞു. ഘടകകക്ഷി നേതാക്കളെയെല്ലാം കാലുവാരി തോൽപ്പിക്കുന്നത് കോൺഗ്രസിന്റെ ശീലമാണെന്ന വെളിപ്പെടുത്തലുമായി R ബാലകൃഷ്ണപിള്ളയും രംഗത്തെത്തി. ഇതിനിടെ നിയമസഭയിൽ ലഡു വിതരണം ചെയ്ത MLA-മാരെയും മുഖ്യമന്ത്രി ന്യായീകരിച്ചു. ലഡു വിതരണക്കാരെ താക്കീത് ചെയ്യുമെന്ന് സ്പീക്കർ N ശക്തൻ പറഞ്ഞു. നിയമസഭയിൽ പോലീസിനെ കയറ്റിയത് ചൂണ്ടിക്കാട്ടി ശിവൻകുട്ടി MLA മുഖ്യമന്ത്രിക്കെതിരെ അവകാശ ലംഘനത്തിനും നോട്ടീസ് നൽകിയിട്ടുണ്ട്. ന്യൂസ് ഡെസ്ക്. ഇലക്ട്രോണിക് വോട്ടിംഗ് യന്ത്രത്തിൽ ഇനി മുതൽ തെരഞ്ഞെടുപ്പ് ചിഹ്നത്തോടൊപ്പം സ്ഥാനാർത്ഥിയുടെ ചിത്രവും ഉണ്ടാകും.
തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഇത് സംബന്ധിച്ച് സംസ്ഥാനങ്ങൾക്ക് ഉത്തരവയച്ചു. മെയ് 1 മുതൽ ഇത് നിലവിൽ വരും. ഒരേ പേരുള്ള സ്ഥാനാർത്ഥികൾ വോട്ടർമാർക്ക് ആശയക്കുഴപ്പം ഉണ്ടാക്കുന്നതിനാലാണ് പുതിയ സംവിധാനം ഏർപ്പെടുത്തുന്നത്. വിദേശത്തേക്കുള്ള നഴ്സിംഗ് റിക്രൂട്ട്മെന്റിൽ നിന്ന് സ്വകാര്യ ഏജൻസികളെ കേന്ദ്ര സർക്കാർ ഒഴിവാക്കി. ഏപ്രിൽ 30 മുതൽ സർക്കാർ ഏജൻസികൾ വഴി മാത്രമേ റിക്രൂട്ട്മെന്റ് അനുവദിക്കുകയുള്ളൂ. കേന്ദ്ര വിദേശകാര്യ മന്ത്രാലയത്തിന്റേതാണ് ഉത്തരവ്. നഴ്സിംഗ് മേഖലയിലെ തട്ടിപ്പുകൾ ഒഴിവാക്കുന്നതിനും സ്വകാര്യ ഏജൻസികളുടെ കോഴ അവസാനിപ്പിക്കുന്നതിനുമായാണ് കേന്ദ്ര സർക്കാരിന്റെ പുതിയ നീക്കം. സർക്കാർ ഏജൻസികളായ നോർക്ക റൂട്ട്സ്, ODPS എന്നിവ വഴി മാത്രമേ അടുത്ത മാസം 30 മുതൽ നഴ്സിംഗ് റിക്രൂട്ട്മെന്റ് നടത്താനാകൂ. നഴ്സുമാരെ ആവശ്യമുള്ള വിദേശ രാജ്യങ്ങൾ ഇന്ത്യൻ വിദേശകാര്യ മന്ത്രാലയത്തെ സമീപിക്കണം. തുടർന്ന് സർക്കാർ ഏജൻസികൾ വഴി യോഗ്യരായവരെ കണ്ടെത്തും. സ്വകാര്യ കമ്പനികൾ 25 ലക്ഷം രൂപ വരെയാണ് വിദേശത്ത് നഴ്സിംഗ് ജോലി ലഭിക്കുന്നതിന് ഈടാക്കുന്നതെന്നും പരാതികൾ ഉയർന്നിരുന്നു. ഇതിനു പുറമെ ഏജൻസികളെ നിയന്ത്രിക്കണമെന്ന് സംസ്ഥാന സർക്കാരും കുവൈറ്റ് പോലുള്ള ചില വിദേശ രാജ്യങ്ങളും കേന്ദ്ര സർക്കാരിനോട് അഭ്യർത്ഥിച്ചിരുന്നു. ഈ സാഹചര്യത്തിൽ കൂടിയാണ് ഏജൻസികളെ നിയന്ത്രിക്കാനുള്ള പുതിയ തീരുമാനം. ന്യൂസ് ബ്യൂറോ, തിരുവനന്തപുരം. നിയമസഭയിൽ പ്രതിപക്ഷം വനിതാ MLA-മാരെ ചാവേറാക്കിയെന്ന മുഖ്യമന്ത്രിയുടെ പ്രസ്താവന സ്ത്രീത്വത്തെ അപമാനിക്കുന്നതും മുഖ്യമന്ത്രി പദവിക്ക് നിരക്കാത്തതുമാണെന്ന് CPM. സഭയിൽ വെച്ച് തങ്ങൾ അതിക്രൂരമായി കയ്യേറ്റത്തിന് വിധേയരായി എന്ന വനിതാ MLA-മാരുടെ പരാതിയിന്മേൽ ഒരു നടപടിയും ഇതുവരെ സ്വീകരിക്കാത്ത സ്പീക്കറുടെ പക്ഷപാതപരമായ നിലപാടിനെതിരെ ഉയർന്നുവന്ന ജനരോഷത്തിൽ നിന്ന് ശ്രദ്ധ തിരിച്ചുവിടുകയാണ് മുഖ്യമന്ത്രിയുടെ ലക്ഷ്യമെന്നും CPM ചൂണ്ടിക്കാട്ടി. വനിതാ MLA-മാരെ ആക്രമിച്ച സംഭവത്തിൽ നിയമ നടപടിക്ക് സാധ്യത തേടിയേക്കുമെന്നും സൂചനയുണ്ട്. നിയമസഭ സുഗമമായി നടത്തിക്കൊണ്ടുപോകുന്നത് സംബന്ധിച്ച് സ്പീക്കർ N. ശക്തൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിയുമായി ചർച്ച നടത്തി. സ്പീക്കറുടെ ഔദ്യോഗിക വസതിയിലേക്ക് മുഖ്യമന്ത്രിയെ വിളിച്ചു വരുത്തിയായിരുന്നു കൂടിക്കാഴ്ച. സഭ സ്തംഭിക്കുന്ന സാഹചര്യം ഒഴിവാക്കണമെന്ന് സ്പീക്കർ മുഖ്യമന്ത്രിയോട് ആവശ്യപ്പെട്ടു. സഭാസ്തംഭനം ഒഴിവാക്കാനായി പ്രതിപക്ഷവുമായും സ്പീക്കർ ചർച്ച നടത്തും. മീനാകുമാരി കമ്മീഷൻ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ വിദേശ ട്രോളറുകൾക്ക് ആഴക്കടൽ മത്സ്യബന്ധനത്തിന് അനുമതി നൽകാനുള്ള തീരുമാനത്തിൽ നിന്ന് കേന്ദ്ര സർക്കാർ പിന്മാറിയേക്കും. തീരദേശ സംസ്ഥാനങ്ങൾ ഒറ്റക്കെട്ടായി എതിർപ്പുയർത്തിയ സാഹചര്യത്തിലാണ് ഇത്. സംസ്ഥാനങ്ങളുടെ ആശങ്കകൾ പഠിക്കാൻ കേന്ദ്ര കൃഷിമന്ത്രി രാധാമോഹൻ സിംഗ് വിളിച്ച യോഗത്തിൽ 9 തീരദേശ സംസ്ഥാനങ്ങളും റിപ്പോർട്ട് നടപ്പാക്കരുതെന്ന് ആവശ്യപ്പെട്ടു. മീനാകുമാരി കമ്മീഷൻ റിപ്പോർട്ടിലെ നിർദ്ദേശങ്ങൾ നടപ്പാക്കുന്നത് പരമ്പരാഗത മത്സ്യബന്ധന മേഖലയെ തകർക്കാനിടയാക്കുമെന്ന് 9 സംസ്ഥാനങ്ങളും കേന്ദ്രത്തെ ധരിപ്പിച്ചു. 200 മുതൽ 500 മീറ്റർ വരെ ആഴമുള്ള പ്രദേശങ്ങൾ ബഫർ സോണായി പ്രഖ്യാപിക്കാനുള്ള നിർദ്ദേശം അംഗീകരിക്കാൻ കഴിയില്ലെന്ന നിലപാടിൽ കേരളം ഉറച്ചുനിന്നു. വിദേശ ട്രോളറുകൾക്ക് ആഴക്കടൽ മത്സ്യബന്ധനത്തിന് അനുമതി നൽകുമ്പോൾ ഉണ്ടാകാനിടയുള്ള സുരക്ഷാ പ്രശ്നങ്ങളും കേരളം കേന്ദ്രത്തിന്റെ ശ്രദ്ധയിൽപ്പെടുത്തി. കേരളം, ഗുജറാത്ത് ഉൾപ്പെടെയുള്ള 9 തീരദേശ സംസ്ഥാനങ്ങളും ശക്തമായ എതിർപ്പുയർത്തിയ സാഹചര്യത്തിൽ വിദേശ ട്രോളറുകൾക്ക് അനുമതി നൽകാനുള്ള നിർദ്ദേശം കേന്ദ്രം പുനഃപരിശോധിക്കും. സംസ്ഥാനത്തിന്റെ ആശങ്കകൾ അറിയിച്ചതായും കേന്ദ്ര സർക്കാരിന്റെ ഭാഗത്തുനിന്നും അനുകൂല നിലപാട് പ്രതീക്ഷിക്കുന്നതായും യോഗത്തിന് ശേഷം സംസ്ഥാന ഫിഷറീസ് മന്ത്രി K. ബാബു പറഞ്ഞു. ഈ മീനാകുമാരി കമ്മീഷൻ റിപ്പോർട്ട് നടപ്പാക്കരുതെന്നുള്ള കാര്യത്തിൽ യോജിപ്പുണ്ടായിട്ടുണ്ട്. അത് ഗവൺമെൻറ് അഭിപ്രായം ഗവൺമെൻറ് പറഞ്ഞിട്ടില്ല. പക്ഷേ എല്ലാ സംസ്ഥാനങ്ങൾക്കും ഒരഭിപ്രായമായിരുന്നു. അതുകൊണ്ട് ആ കാര്യത്തിൽ ഒരു റീതിങ്കിങ് ഉണ്ടാവും എന്ന് തന്നെയാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. ട്രോളിംഗ് നിരോധനം 61 ദിവസമായി ഉയർത്താനുള്ള നിർദ്ദേശത്തെയും കേരളം എതിർത്തു. കേരളത്തിന് നിയന്ത്രണമുള്ള 12 നോട്ടിക്കൽ മൈൽ സമുദ്രമേഖലയിൽ കേന്ദ്ര സർക്കാർ ഇടപെടലിന് അവസരമൊരുക്കുന്ന മറൈൻ ഫിഷറീസ് റെഗുലേഷൻ ആൻഡ് മാനേജ്മെന്റ് ആക്ടിനോടും കേരളം വിയോജിച്ചു. വിദേശ മത്സ്യത്തൊഴിലാളികളുടെ സെക്യൂരിറ്റി ക്ലിയറൻസ് ഉദാരമാക്കാനുള്ള ശുപാർശയെയും കേരളം എതിർത്തു. M. സന്തോഷ്, ന്യൂസ് ബ്യൂറോ, ദില്ലി. കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി അസിസ്റ്റന്റ് നിയമനത്തിന് പിന്നിൽ ലക്ഷങ്ങളുടെ കോഴയിടപാട്. മുഖ്യ ഇടനിലക്കാരനായി ലീഗ് നേതാവ് പീപ്പിളിന്റെ ഒളിക്യാമറയിൽ കുടുങ്ങി. തേഞ്ഞിപ്പലം പഞ്ചായത്ത് പ്രസിഡന്റ് ഫിറോസ് കള്ളിയിലാണ് ഇടനിലക്കാരൻ. VC-യുടെയും ലീഗ് നേതാക്കളുടെയും അടുത്ത അനുയായിയാണ് ഫിറോസ്. ഉദ്യോഗാർത്ഥി എന്ന രൂപേണ ചെന്ന പീപ്പിൾ വാർത്താ സംഘത്തോട് ഫിറോസ് 15 ലക്ഷം രൂപയാണ് ആവശ്യപ്പെട്ടത്. വിലപേശലിനൊടുവിൽ 10 ലക്ഷത്തിന് ജോലി ശരിയാക്കാമെന്ന് ലീഗ് നേതാവ് ഉറപ്പു നൽകി. കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി അസിസ്റ്റന്റ് നിയമനത്തിന് പിന്നിൽ ലക്ഷങ്ങളുടെ കോഴയിടപാട് നടക്കുന്നുണ്ടെന്ന രഹസ്യ വിവരത്തെ തുടർന്നാണ് ഞങ്ങൾ അന്വേഷണം ആരംഭിച്ചത്. ജാഫർ എന്ന ഇടനിലക്കാരൻ വഴി ഞങ്ങൾ നടത്തിയ ഒളിക്യാമറ ഓപ്പറേഷനിൽ കുടുങ്ങിയത് തേഞ്ഞിപ്പലം പഞ്ചായത്ത് പ്രസിഡന്റും മുസ്ലിം ലീഗ് നേതാവുമായ ഫിറോസ് കള്ളിയിൽ. വൈസ് ചാൻസലർ ഡോക്ടർ അബ്ദുൾ സലാമിന്റെ അടുത്ത അനുയായിയും VC-യെ സംരക്ഷിക്കുന്ന VC സംഘടനയുടെ സ്ഥാപക നേതാവുമാണ് ഫിറോസ് കള്ളിയിൽ. ഇടപാട് നടന്നതാകട്ടെ യൂണിവേഴ്സിറ്റി സിൻഡിക്കേറ്റ് അംഗങ്ങൾക്ക് മാത്രം പ്രവേശനമുള്ള ഗസ്റ്റ് ഹൗസിലെ ആഡംബര മുറിയിൽ. ഉദ്യോഗാർത്ഥിയുടെ രൂപത്തിൽ ചെന്ന ഞങ്ങളോട് ഫിറോസ് ആവശ്യപ്പെട്ടത് 15 ലക്ഷം രൂപ. വിലപേശലിനൊടുവിൽ 10 ലക്ഷത്തിന് ജോലി ഉറപ്പിച്ചു. അഡ്വാൻസായി 8 ലക്ഷം രൂപ ഉടൻ എത്തിക്കണമെന്നും നിർദ്ദേശം. ആൾക്കാരുണ്ടാവില്ലേ?
10 രൂപയാണെങ്കിൽ ഗ്രാഫായിട്ട് സംസാരിച്ചോളി. എൻ്റെ ടീച്ചേഴ്സ് അതൊരു 5-6 പോകില്ലേ? കഴിയില്ല, കഴിയാത്ത കാര്യത്തിൽ അല്ല അത് ശരിയാണ്. വിളിക്കാല്ലേ? അല്ല അങ്ങനെയാണെങ്കിൽ ഇപ്പം നമ്മളത് സമ്മതിക്കുകയാണെങ്കിൽ നമ്മൾ പൈസ ഫുള്ളായിട്ട് തരേണ്ടി വരുമോ? 8 രൂപ അഡ്വാൻസ് ബാക്കി ഇതിനെ സംബന്ധിച്ച് സിൻഡിക്കേറ്റ് അംഗങ്ങൾക്ക് വീതിച്ചു നൽകാനാണ് തുക വാങ്ങുന്നതെന്നും ഫിറോസ് വെളിപ്പെടുത്തി. ഞാനിപ്പോൾ ഇവിടെ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. സിൻഡിക്കേറ്റ് മെമ്പർമാരും മറ്റുള്ളതിൻ്റെ ആൾക്കാരായിട്ട് നിൽക്കുകയാണ്. നമ്മളെ തന്നെ എൻ്റെ അറിവിൽ തന്നെ 3 ആൾ ദുബൈയിലുള്ള ആൾക്കാർ ഇപ്പോൾ തിരികെ കയറാൻ പൈസ കൊടുത്തു. ജോലിയുടെ ആകർഷതകളെക്കുറിച്ചും പ്രമോഷൻ സാധ്യതകളെക്കുറിച്ചുമെല്ലാം ഫിറോസ് ഞങ്ങൾക്ക് വിശദീകരിച്ചു തന്നു. കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിലെ നിയമനങ്ങൾക്ക് പിന്നിൽ എന്താണ് നടക്കുന്നത് എന്നതിൻ്റെ ദൃശ്യ തെളിവുകളാണ് പീപ്പിൾ പുറത്തുവിട്ടിരിക്കുന്നത്. ഇനി നടപടിയെടുക്കേണ്ടത് ചാൻസലർ കൂടിയായ ഗവർണറും സംസ്ഥാന സർക്കാരുമാണ്. ക്യാമറമാൻ അനിൽ കല്യാശ്ശേരിക്കൊപ്പം PV കുട്ടൻ. നിയമനം നടത്താൻ കോഴ വാങ്ങിയെന്ന പീപ്പിൾ വാർത്തയെ തുടർന്ന് കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിലേക്ക് പ്രതിഷേധ മാർച്ച്. SFI, DYFI, യൂണിവേഴ്സിറ്റി എംപ്ലോയീസ് യൂണിയൻ പ്രവർത്തകരാണ് മാർച്ച് നടത്തിയത്. സംഭവത്തിൽ വിശദമായ അന്വേഷണം വേണമെന്ന് വിവിധ നേതാക്കൾ ആവശ്യപ്പെട്ടു. നിയമനം നടത്താൻ തേഞ്ഞിപ്പലം പഞ്ചായത്ത് പ്രസിഡന്റും ലീഗ് അംഗവും കാലിക്കറ്റ് VCയുടെ അടുത്തയാളുമായ ഫിറോസ് 15 ലക്ഷം രൂപ കോഴ ആവശ്യപ്പെട്ടുവെന്ന പീപ്പിൾ TV വാർത്തയെ തുടർന്ന് കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിലേക്ക് DYFI, SFI, കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി എംപ്ലോയീസ് യൂണിയൻ പ്രവർത്തകർ പ്രതിഷേധ മാർച്ച് നടത്തി. യൂണിവേഴ്സിറ്റി അസിസ്റ്റന്റ് പോസ്റ്റിലേക്ക് ഇന്റർവ്യൂ നടന്ന കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി ഭരണ കാര്യാലയത്തിലേക്കാണ് പ്രവർത്തകർ മാർച്ച് നടത്തിയത്. പ്രവർത്തകർ വൈസ് ചാൻസലറുടെ ചേംബർ ഉപരോധിക്കുകയും ചെയ്തു. സംഭവത്തിൽ വിശദമായ അന്വേഷണം വേണമെന്നും VCയുടെ പങ്കും അന്വേഷണ വിധേയമാക്കണമെന്നും CPIM നേതാവ് അഡ്വക്കേറ്റ് മുഹമ്മദ് റിയാസ് ആവശ്യപ്പെട്ടു. ഫിറോസുമായി ബന്ധപ്പെട്ട് ആരൊക്കെ ഉണ്ട് എന്നുള്ളത് മാത്രമേ ഇനി കാണേണ്ടതുള്ളൂ. ആരൊക്കെ ഉണ്ടെന്ന് കണ്ടെത്തി അന്വേഷിച്ച് പോകണം. സമഗ്ര അന്വേഷണം നടക്കണം. ഫിറോസിനെ അറസ്റ്റ് ചെയ്യണം. VCയെ ഗവർണർ പുറത്താക്കണം. ഈ ഇന്റർവ്യൂ നിർത്തിവെക്കണം. ഇത്രയും കാര്യങ്ങൾ ഉയർത്തിപ്പിടിച്ച് ഞങ്ങൾ മുന്നോട്ട് വരികയാണ്. വാർത്തയിൽ അന്വേഷണം വേണമെന്ന് MSF നേതാവും മുൻ സിൻഡിക്കേറ്റ് അംഗവുമായ TP അഷ്റഫ് അലിയും സിൻഡിക്കേറ്റ് അംഗവും ബോർഡ് മെമ്പറുമായ PM നിയാസും ആവശ്യപ്പെട്ടു. ഈ ഒരു അസിസ്റ്റന്റ് നിയമനവുമായി ബന്ധപ്പെട്ട് രജിസ്ട്രാറുടെ കൂടെ ഇതിന്റെ എല്ലാത്തിന്റെയും കൈകാര്യകർത്താവായി PVCയെ കൂടി അപ്പോയിന്റ് ചെയ്തുകൊണ്ട് വൈസ് ചാൻസലർ ഒരു ഓർഡർ ഇറക്കിയിട്ടുണ്ട്. ഇതിൽ ചില ഒളികളികൾ ഉണ്ട് എന്ന് വ്യക്തമാക്കുന്ന ഈ ആരോപണത്തെ സംബന്ധിച്ച് ഏറ്റവും മുന്തിയ അന്വേഷണം നടത്തണം. വിജിലൻസ് ഉൾപ്പെടെയുള്ള കാര്യത്തെക്കുറിച്ച് അന്വേഷണം ഞാൻ സ്വാഗതം ചെയ്യുകയാണ്. ന്യൂസ് ഡെസ്ക്